മെഗാസ്റ്റാർ പോലീസ് അറ്റോർണി സിനിമയുടെ പേര് പറ. യെസ് സാർ. റൗഡി ഇൻസ്പെക്ടർ ലക്ഷ്മി നരസിംഹ, ഇൻസ്പെക്ടർ പ്രതാപ്, ഗർജിക്കുന്ന സിംഹം. യൂണിഫോം ഇട്ട് മെഗാസ്റ്റാർ. കോമഡി വല്ലതും ചെയ്യാറുണ്ടോ? ചെയ്യാറില്ല സാർ. അപ്പൊ പിന്നെ താൻ എന്തിനാ ചെയ്ത്? നിസ്സാരമായിട്ട് 2 കൊലപാതകം ചെയ്തിട്ട് ഒരു പെണ്ണ് പോലീസിനെ തല്ലിയിട്ട് എസ്കേപ്പ് ആയിരിക്കുന്നു. ആ കൊലപാതകത്തിൽ യുവമാർക്കും കൈയുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. ക്ഷമിക്കണം സാർ, അവര് കൊലപാതകം നടത്തിയെന്ന് എനിക്കറിയില്ലായിരുന്നു സാർ. അതുപോട്ടെ, പ്രൊസീജിയർ ഫോളോ ചെയ്തായിരുന്നോ? ഇല്ല സാർ. FIR ഫയൽ ചെയ്തായിരുന്നോ? അതും ചെയ്തില്ല സാർ. അതുപോട്ടെ, താൻ എൻക്വയറി ചെയ്തായിരുന്നു? ഇല്ല സാർ, ചെയ്തില്ല സാർ. നോക്ക്, ഞാനും ഒരു മെഗാസ്റ്റാറിന്റെ ഫാനാ സാർ. ഐ ലവ് യു സാർ. എന്നാലേ നമ്മൾ തന്നെയല്ലേ അദ്ദേഹം വാങ്ങി നല്ല പേര് കാത്തു സൂക്ഷിക്കണ്ടേ? ചുമ്മാ ഫാനാന്ന് പറഞ്ഞുള്ള പേര് കളയരുത്. ക്ഷമിക്കണം സാർ. ഇപ്പോൾ തന്നെ അവരുടെ പേരിൽ കൊലപാതകത്തിന് കേസെടുത്ത് അവരെവിടെയായിരുന്നാലും 2 മണിക്കൂറിനുള്ളിൽ അവന്മാരെ ചവിട്ടിക്കൂട്ടി സാറിന്റെ മുന്നിൽ നിർത്തിത്തരാം സാർ. എന്റെ അമ്മേ, എന്താ ചെയ്യാ? ഇനി അഥവാ എസ്ഐയുടെ തലയിലടിച്ചിട്ട് ബോബി രക്ഷപ്പെട്ട് കഴിഞ്ഞാലും അതിന്റെ എൻക്വയറി നാളെ ഉണ്ടാവില്ലേ? അപ്പൊ നമ്മൾ ഇതിലും വലിയ കേസിൽ പിടിക്കപ്പെടില്ലേ? അതേടാ, അത് ശരിയാണല്ലോ. നിന്നോട് ഇതാരാ പറഞ്ഞേ? സ്വാതിയാടാ. സ്വാതിയാ? കുറച്ചു മുൻപ് നമ്മൾ രക്ഷപ്പെടുത്തില്ലേ ആ കുട്ടിയാ? അവള് നമ്മുടെ കാറിന്റെ ഡിക്കിക്കുള്ളിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് വരാൻ ഞാൻ സഹായിക്കാം. നീ ആരാ? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പോ നിന്റെ ഹെൽപ്പ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞതേ നിങ്ങൾക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയാ. നമ്മുടെ സമൂഹത്തിലെ ഒരു പുരുഷൻ എത്ര തെറ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഒരു പെണ്ണാണ് അത് ചെയ്തതെങ്കിൽ അമ്മയാണോ അനിയത്തിയാണോ ഭാര്യയാണോ എന്നൊന്നും നോക്കാതെ അവളെ നടു റോഡിൽ വലിച്ചഴിക്കും. സത്യത്തിൽ പ്രോബ്ലത്തിൽ കുടുങ്ങിയിരിക്കുന്നത് നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ടോ അല്ല, അവളാണ്. ആല് തടിമാടമാരി നിന്നിട്ട് ഇവിടെ ഒരു പുല്ലും നടന്നില്ല. ഇവളിങ്ങോട്ട് വന്നിട്ട് അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേത് ചെയ്യും, മറിച്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്ത് നടക്കുമെന്നായി പറയുന്നേ? ചേച്ചിയെ, നീ പോയി സീരിയൽ കാണാൻ നോക്കോ? ചേ ശരി വേണം. ഇതെന്താ ഇങ്ങനെ തലകുത്തിയിരിക്കുന്നു? അയ്യോ, രക്ഷിക്കോ, എനിക്കെല്ലാം തലകീഴായിട്ടാണ് കാണുന്നത്. പണി കിട്ടിയല്ലേ? എന്റെ ചേച്ചി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എന്നെ ഒന്ന് താഴെ ഇറക്കി വിട് ദയവ്. ഇത് കാല് പിടിക്കാൻ ഞാൻ വിടി ചേച്ചി. അയ്യോ, സ്വാതി മേഡം, നിങ്ങൾ വരൂ. താങ്ക് യു ചേച്ചി. അയ്യോ, കാമാപുരത്തെ പ്ലേ ബോയ് മണ്ണ് നിന്ന പോലെ ഉണ്ടല്ലോ. ഇനി തെന്നി വീഴണ്ട, സൂക്ഷിച്ചോ. നിങ്ങളെ ഫ്രണ്ട് എവിടെയാ ഉള്ളത്? ആ വീട്ടിലാ ഉള്ളേ. ബെഡ്റൂമിലുണ്ട്. ബെഡ്റൂം എവിടെയാ? ദേ നോക്ക്, ആ മൂലയെ കാണുന്നതാണ് ബെഡ്റൂം. എവിടെ പോയി? ദേ അവിടെ. ഈ 16 വയസ്സിൽ പെണ്ണുങ്ങളെ കെട്ടിച്ചു വിടാതെ വല്ല ഒളിമ്പിക്സിലും പറഞ്ഞു വിട്ടാലുണ്ടല്ലോ, ഗോൾഡ് മെഡലുമായിട്ട് വരുവളടാ ഇവളൊക്കെ. ഒരു കാര്യവും നടക്കുകയല്ല. എങ്ങനെ നടക്കുന്ന പട്ടുപിടിച്ച എന്ത് ചെയ്യാൻ പറ്റും?